ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾക്ക് അത്യാവശ്യം പുറത്തു പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കൊരു കൊളാബറേഷൻ വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്. പിന്നെ അല്ലറ ചില്ലറ ചെറിയ ഷോപ്പിംഗ് ഉണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്തപ്പോൾ അവർക്ക് മറ്റേ ഒരു വീഡിയോ കിട്ടി. ഒരു വെയർഹൗസ് സെയിലുണ്ട്, ഈ ബ്രാൻഡഡ് മേക്കപ്സും കാര്യങ്ങളും അങ്ങനത്തെ എന്തൊക്കെയോ ഒരു ഐറ്റംസ്. അപ്പോൾ ഞാൻ വെച്ചു, ഞങ്ങൾ യൂഷ്വലി വെയർഹൗസ് സെയിൽസൊക്കെ ഭയങ്കര അവിടെ പോയി നോക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. കാരണം നമ്മൾ നോർമൽ ഷോപ്പിൽ കിട്ടുന്നതിനേക്കാളും ഭയങ്കര ഡിസ്കൗണ്ടഡ് പ്രൈസിൽ നമുക്ക് അവിടെ ആ സാധനങ്ങളൊക്കെ കിട്ടുമല്ലോ. എനിക്കതൊക്കെ പോയി വാങ്ങി ഇങ്ങനെ വരാൻ ഒരു പ്രത്യേകതരം സന്തോഷമാണ്. അപ്പോൾ ഞാൻ വെച്ചു അത് പോയിട്ട് ചെയ്യാം. പിന്നെ കുറേ കാലമായി ഞങ്ങൾക്കൊരു നാടൻ ഊണ് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. വീട്ടിൽ നമ്മൾ ഉണ്ടാക്കാറുണ്ടെങ്കിൽ പോലും നമ്മൾ ഒരു സദ്യയൊക്കെ എനിക്ക് ആക്ച്വലി സദ്യ ഇഷ്ടമല്ല. ഞങ്ങൾ കണ്ണൂർക്കാർക്ക് സദ്യ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇറച്ചിയും മീനും ഒന്നും ഇല്ലാതെ ഒരു സംതൃപ്തി ഇറങ്ങില്ല. പക്ഷേ അതിൻ്റെ വീട്ടിൽ സദ്യ എന്ന് പറയുമ്പോൾ അത് പ്രോപ്പർ വെജാണ്. അപ്പോൾ അത് കുറേ കാലമായി പറയുന്നത് എനിക്കിങ്ങനെ സദ്യ കഴിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോപ്പർ ഊണ് കഴിക്കണം എന്ന്. ഞങ്ങൾ രണ്ടുപേരും മാത്രമായതുകൊണ്ട് ഒരുപാട് കറി ഉണ്ടാക്കി ഇതാക്കാനുള്ളൊരു അത്രയുള്ളൊരു കഴിവ് എനിക്കില്ല. പിന്നെ രണ്ടുപേരും മാത്രമായതുകൊണ്ട് ഒരുപാട് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ അധികം കഴിക്കാറില്ല. അപ്പോൾ കുറച്ചധികം ചിലപ്പോൾ വേസ്റ്റ് ആവും. അത് 1-2 ദിവസം കഴിക്കുമെന്നല്ല, പിന്നെയും അത് റിപ്പീറ്റ് ചെയ്യാൻ അതിനും മടിയാറില്ല. അപ്പോൾ ഞങ്ങൾ വെച്ചാൽ ഓക്കെ, ഇന്ന് എന്തായാലും പുറത്തു പോയിട്ട് ഊണും ഒക്കെ കഴിച്ച് വരാമെന്ന്. അപ്പോൾ അങ്ങനെ 1-2 ചെറിയ പരിപാടികളുണ്ട്. അപ്പോൾ 10 മണിക്ക് അവിടെ പോയി കാര്യങ്ങൾ തുടങ്ങണം എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഞങ്ങൾക്ക് ഇന്നലെ രാത്രി അതിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊരു ചെറിയൊരു പാർട്ടി പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്താൻ 3 മണിയായി. സ്വാഭാവികമായും ഇന്ന് രാവിലെ നേരം വൈകിട്ടാണ് എണീറ്റത്. പിന്നെ നേരം വൈകി എണീറ്റു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അങ്ങനെ കുറച്ച് ഇരുന്ന് സമാധാനപരമായിട്ട് കുറച്ചിങ്ങനെ ടി വി ഒക്കെ കണ്ടപ്പോഴേക്കും സമയം കുറച്ചധികം വൈകിപ്പോയി. അപ്പോൾ എന്തായാലും നമുക്കിനി പെട്ടെന്ന് സമയം കളയാണ്ട് നമുക്ക് വേഗം പരിപാടികളൊക്കെ ചെയ്യാൻ തുടങ്ങാം. ഒന്നാമത് ഭയങ്കര ചൂടുമായി. അപ്പോൾ എല്ലാം വേഗം സെറ്റാക്കിയിട്ട് നമുക്ക് വീട്ടിലേക്ക് വരാം. അപ്പം ലെറ്റ്സ് ഗോ. ആദ്യത്തിന് തീരെ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ഷോപ്പിംഗ് മോൾസ്. അതും ഷോപ്പിംഗ് മോൾസിൽ വെച്ചിട്ട് തന്നെ ആദ്യത്തിന് ഇഷ്ടമില്ലാത്ത 2 മോളാണ്. ഒന്ന് ദുബായ് മോളും ഒന്ന് മോൾ ഓഫ് എമിറേറ്റ്സും. ഇന്നത്തെ ഞങ്ങളുടെ പരിപാടി കറക്റ്റ് ആദ്യത്തിന് ഇഷ്ടമല്ലാത്ത മോൾ ഓഫ് എമിറേറ്റ്സിലാണ്. സമ്മർ ആയതുകൊണ്ട് തന്നെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് പലതും ഇപ്പം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആകെയുള്ളൊരു ആശ്രയം മോളുകൾ മാത്രം. വീക്കെൻഡ് ആയിക്കഴിഞ്ഞാൽ മോളിൽ അത്യാവശ്യം നല്ല തിരക്കുവാണ്. പക്ഷെ എന്തെന്നാലും ഇന്നത്തെ ഇവിടെ വരൽ ഞങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ 2 പേരും പൊങ്ങി ഇവിടെ എത്തി. മോൾ ഓഫ് എമിറേറ്റ്സ് വരെ ഞങ്ങൾക്ക് പെട്ടെന്ന് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു. റോഡിൽ അത്യാവശ്യം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഒരു 20-25 മിനിറ്റ്സ് കൊണ്ട് ഞങ്ങൾ മോൾ ഓഫ് എമിറേറ്റ്സിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ശരിക്കുള്ള പ്രശ്നം പാർക്കിംഗ് ലോട്ടിൽ കയറിയപ്പോഴായിരുന്നു തുടങ്ങിയത്. ഒരൊറ്റ പാർക്കിംഗ് ഉണ്ടായിരുന്നില്ല, എല്ലാം ഫുള്ളായിരുന്നു. ലിറ്ററലി ഞങ്ങൾ പോയ ആ ഒരു ഫ്ലോറിൽ എല്ലാ പാർക്കിങ്ങും ഞങ്ങൾ എവിടെ പോയി കഴിഞ്ഞാൽ ഫുൾ എന്ന് മാത്രമേ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഞങ്ങളൊരു 4-5 റൗണ്ട് ഇങ്ങനെ അടിച്ചുകൊണ്ട് വന്നു, അടുത്തെങ്ങാനും വല്ല പാർക്കിങ്ങും കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. എന്തോ ദൈവഭാഗ്യം എന്ന് പറയട്ടെ, ഒരു 5-6 റൗണ്ട് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് എവിടെ ഒരു പാർക്കിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നടക്കാൻ തീരെ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ എൻട്രൻസിൻ്റെ അടുത്ത് തന്നെ പാർക്കിങ് കിട്ടാനാണ് ആദ്യത്തിന് എന്നും താല്പര്യം. ഇത്തവണ എന്തായാലും ആ ഭാഗ്യം കിട്ടിയില്ല. കിട്ടിയ പാർക്കിങ്ങിലിട്ട് ഞങ്ങൾ നേരെ മോളിലേക്ക് വെച്ച് പിടിച്ചു. ഇന്നത്തെ ബ്രാൻഡ് ഷൂട്ട് ഉണ്ടായിരുന്നത് ക്ലാർക്സിൻ്റെ സ്റ്റോറിലായിരുന്നു. അപ്പോൾ അവരുടെ സ്റ്റോറിൽ പുതിയതായിട്ടൊരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് കോൾഡ് ആസ് എ മോഡേൺ വർക്ക്ഷോപ്പ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടായിരുന്നു ഞങ്ങൾക്ക് ഇന്നത്തെ ഷൂട്ട് ഉണ്ടായിരുന്നത്. ക്ലാർക്സിൻ്റെ ഈ മോഡേൺ വർക്ക്ഷോപ്പിൻ്റെ കോൺസെപ്റ്റ് ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒറിജിനൽസ് കോൺസെപ്റ്റിൻ്റെ ഒരു ബോൾഡ് ആൻഡ് ഫോർവേഡ് ലുക്കിംഗ് ഇൻ്റർപ്രിറ്റേഷനാണ്. അപ്പോൾ ഇത് ബേസിക്കലി ഈ ഒരു യങ് ജനറേഷൻ അല്ലെങ്കിൽ ഒരു യങ് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് അവരിത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സ്റ്റോറിൽ ഇപ്പോൾ അവരുടെ സ്പ്രിംഗ് സമ്മർ 24 കളക്ഷൻസ് ആണ്. അപ്പോൾ എല്ലാം ഭയങ്കര മോഡേൺ ഷീക്ക് ഡിസൈൻസിലുള്ള ഒരുപാട് വെറൈറ്റി ഓഫ് ഫുഡ് വെയർസ് നമുക്കിവിടെ കാണാം. പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ക്ലാർക്സ് ഇസ് നോൺ ഫോർ ദ കംഫർട്ട് ഓഫ് ദ ഷൂസ്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പാക്ഡ് ആയിരുന്നു സ്റ്റോറ്. കുറേ ആൾക്കാർ വന്നും പോയും ഒക്കെ ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് വീഡിയോ എടുക്കുന്നതിന് ഇടയ്ക്കിടയ്ക്ക് കുറച്ചൊരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. പക്ഷെ എന്തെന്നാലും ഞങ്ങൾ അവിടെ നിന്ന് ആ വീഡിയോ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തു.
ഒരു 1 hour ഒക്കെ എടുത്തിട്ടുണ്ടാവും ആ ഒരു എൻറ്റയർ വീഡിയോ ഷൂട്ടിങ്ങിനൊക്കെ കഴിയാൻ. അങ്ങനെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞ് അവിടുന്ന് 2 ഷൂ എടുത്ത് ഞങ്ങൾ ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോവാണ്. മോൾ ഓഫ് എമിറേറ്റ്സിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഒരു ബ്രാൻഡ് കൊളാബറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വീഡിയോ ഒക്കെ എടുത്ത് ഇറങ്ങുമ്പം തന്നെ കുറച്ച് ലേറ്റായി. ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 3:15 എന്തോ ആയി. ഇനി നാടൻ ഊണ് പോയിട്ട് ചോറും കറിയും നല്ല ഹോട്ടലിൽ കിട്ടുമെന്ന് അറിയില്ല. പാവം കുട്ടിക്ക് നാടൻ ഊണിൻ്റെ എന്താ പറയുക ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ വന്നായിരുന്നു. നമുക്ക് നാടൻ ഫ്രൈഡ് ചിക്കൻ ആയാലും KFC നമുക്ക് വേണമെങ്കിൽ കോഴിക്കോട് ഫ്രൈഡ് ചിക്കൻ ആക്കാം. ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായി ഇതുവരെ വേണേൽ KFC കോഴിക്കോട് ഫ്രൈഡ് ചിക്കൻ. അപ്പോൾ നോക്കാം. ഫുഡിൻ്റെ പരിപാടി എന്താണെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. പിന്നെ മോൾ ഓഫ് എമിറേറ്റ്സിൻ്റെ തൊട്ടടുത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ വെയർ ഹൗസ് സെയിൽ നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ജസ്റ്റ് അവിടെ വന്നിട്ട് ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ പോകാം. ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റ് ആയിട്ട് കഴിച്ചുകൊണ്ട് അങ്ങനെ വിശക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ എന്നാലും വിശക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞാൻ വിശക്കും. എൻ്റെ സിസ്റ്ററിലോനും ഇതേ അസുഖം ഉണ്ടെന്ന് പണ്ട് അച്ഛൻ പറയാറുണ്ടായിരുന്നു. എവിടെയെങ്കിലും പുറത്ത് കാറിലിറങ്ങി പുറത്ത് പോയി അവൾക്ക് അപ്പം വിശക്കും. അവളുടെ അസുഖം എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്കിനി ആ പരിപാടിയും കൂടി കഴിഞ്ഞിട്ട് ആ വെയർ ഹൗസിലും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ബാക്കി ഭാവി പരിപാടികൾ ആലോചിക്കാം. ഓക്കെ ഓക്കെ. കാർ പാർക്കിൻ്റെ അവിടുന്ന് ഹാർഡ്ലി ഒരു 2 to 3 minutes വാക്കേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നല്ല ചൂടും വെയിലും ആയതുകൊണ്ട് മനുഷ്യൻ കരിഞ്ഞു പോകുന്ന അവസ്ഥയിലായിരുന്നു. ഈ പാർട്ടി ക്യാമൽ എന്ന് പറയുന്ന ഒരു വെയർ ഹൗസിലായിരുന്നു ഇന്നത്തെ സെയിൽ ഉണ്ടായിരുന്നത്. വെയർ ഹൗസ് 30 or 31 അങ്ങനെ എന്തോ ആയിരുന്നു നമ്പറെന്ന് തോന്നുന്നു. ഈ പാർട്ടി ക്യാമൽ എന്ന് പറയുന്ന സ്റ്റോറിൻ്റെ മേലത്തെ പോർഷനായിരുന്നു ഈ വെയർ ഹൗസ് സെയിൽ നടക്കുന്നുണ്ടായിരുന്നത്. ഒരുപാട് നല്ല നല്ല ബ്രാൻഡ്സ് ഉണ്ടായിരുന്നു. ലൈക്ക് അനസ്താസിയ, ആർ ഗ്ലാസ്, അങ്ങനെ ഒരുപാട് ബ്രാൻഡ്സ് നമുക്ക് ഭയങ്കര ചീപ്പ് റേറ്റിലാണ് അവിടെ പ്രൊഡക്ട്സ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ല തിരക്കായിരുന്നു അവിടെ. ലൈക്ക് ലിറ്ററലി നമുക്ക് കാല് കുത്തി ഒന്ന് നോക്കി സെലക്ട് ചെയ്യാൻ പറ്റിയ ഒരു എൻവയൺമെൻ്റ് ആയിരുന്നില്ല. അവിടെ നിന്ന് വീഡിയോ എടുക്കുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടല്ലോ, അത്രയ്ക്കും തിരക്കായിരുന്നു. ഇന്ന് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ആൻഡ് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്കും തീർന്നു പോയിട്ടുണ്ടായിരുന്നു. എന്നാലും കഷ്ടപ്പെട്ട് 1-2 സാധനങ്ങൾ ഞാൻ പെറുക്കി എടുത്തിട്ടുണ്ട്. ആൻഡ് ദ ബെസ്റ്റ് ക്രെഡിറ്റ് ഗോസ് ടു ഹിം. ആദ്യത്തായിരുന്നു അതിൻ്റെ ആൾക്കാരെയൊക്കെ തട്ടി മാറ്റി ഇങ്ങനെ മാറങ്ങ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പെറുക്കി എനിക്ക് കുറച്ച് സാധനങ്ങൾ എടുത്തു തന്നത്. സത്യം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇന്ന് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ വെയർ ഹൗസ് സെയിൽസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കാരണം ഞങ്ങൾ ആക്ച്വലി അധികം വെയർ ഹൗസ് സെയിലും ഒന്നിക്ക് എൻഡ് ചെയ്യുന്ന ആ ഒരു ടൈമിലൊക്കെ പോകും. പക്ഷെ എന്തോ ഭാഗ്യത്തിന് നമുക്ക് സാധനങ്ങൾ 1-2 ഒക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഹാപ്പി. മേക്കപ്പ് അല്ലേ, മേക്കപ്പ് ഇഷ്ടമില്ലാത്ത ആരുണ്ട് സാറേ? സമയം 4 മണിയായി. നാടൻ ഊണിന് വേണ്ടിയുള്ള തെരച്ചിലാണ്. ഇപ്പോൾ ഏതോ ഒരു ഹോട്ടൽ ഇവിടുന്ന് ഒരു 12 മിനിറ്റ് ഹോട്ടൽ അല്ലേ 12 മിനിറ്റിൽ പോവും. അവിടെ കിട്ടുമോ എന്നറിയില്ല. പക്ഷെ നമുക്ക് എന്തായാലും വിശക്കുന്നതുകൊണ്ട് അവിടെ എന്താണോ കിട്ടുന്നത് അത് തിന്നിട്ട് നമുക്ക് വരാം. ഓക്കെ. കുട്ടിക്ക് വിശന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിയല്ലാതെ നാടൻ ചോറൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് ലാസ്റ്റ് നമ്മൾ JVCയിലെ വൈഡ് റെയിൻ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ കയറി. പുറത്ത് നല്ല ചൂടായതുകൊണ്ട് ആദ്യം ഞങ്ങൾ കുടിക്കാൻ ഒരു മാംഗോ ജ്യൂസും ഒരു പാഷൻ ഫ്രൂട്ട് മൊഹിത്തോവും പറഞ്ഞു. ആദ്യത്തിൻ്റെ ഫേവറേറ്റ് ഡ്രിങ്കാണ് പാഷൻ ഫ്രൂട്ട് മൊഹിത്തോ. എവിടെ പോയി കഴിഞ്ഞാലും ആദ്യത്തെ ഓർഡർ ചെയ്യുന്ന ഒരു സാധനം അത് മാത്രം. എനിക്ക് പിന്നെ കുറച്ച് കാലമായിട്ട് മാങ്ങ കഴിക്കാനുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞാനിപ്പോൾ എവിടെ പോയി കഴിഞ്ഞാൽ മാങ്ങയുടെ ഐറ്റംസ് ട്രൈ ചെയ്യും. പിന്നെ എല്ലാ പ്രാവശ്യവും ഉണ്ടാകുന്ന പോലെ തന്നെ ഇപ്രാവശ്യവും ഞാൻ ഓർഡർ ചെയ്ത സാധനത്തിനേക്കാളും ടേസ്റ്റ് ആദ്യത്തെ ഓർഡർ ചെയ്ത സാധനമായിരുന്നു. ആദ്യത്തെ ഫ്രണ്ട്സിലെ ജോയിനെ പോലെ എന്ത് ഷെയർ ചെയ്ത് കഴിഞ്ഞാലും ഫുഡ് ഷെയർ ചെയ്യുന്ന കാര്യത്തിൽ വളരെ പുറകോട്ടാണ്. ഞാൻ അത്യാവശ്യം മൽപ്പിടുത്തൊക്കെ നടത്തിയെങ്കിലും സക്സസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ആദ്യത്തെ തന്നെ അതുകൊണ്ട് എൻ്റെ മാംഗോ ജ്യൂസ് അത്ര മോശമൊന്നും ആയിരുന്നില്ല, കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ആ മൊയ്ത്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഓർഡർ ചെയ്തത് പൊറോട്ടയും ചിക്കൻ കറിയും ആണെങ്കിലും എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് മീൻ കഴിക്കാനൊരു പൂതി വന്നു. അങ്ങനെ ഞാനൊരു മത്തി ഫ്രൈ ഓർഡർ ചെയ്തു. പക്ഷേ മത്തി ഫ്രൈ വലിയ കാര്യം ഉണ്ടായിരുന്നില്ല, ഭയങ്കര ഡ്രൈ ആയിരുന്നു. അവർ നല്ല പോലെ അത് ഫ്രൈ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതത്ര എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നല്ല പൊറോട്ടയും നല്ല ചിക്കൻ കറിയും. ഇവിടുത്തെ ഫുഡ് നല്ല അടിപൊളി, എന്താ പറയുക, നമുക്ക് നാടൻ ടൈപ്പ് ഫുഡാണ്. നല്ല ടേസ്റ്റും ഉണ്ട്, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ കിട്ടുകയും ചെയ്യും. നല്ല പോലെ വിശക്കുന്നുള്ളതുകൊണ്ട് രണ്ടുപേരും നല്ല പോളിംഗ് ആയിരുന്നു. ഫുഡിന് ടേസ്റ്റും ഉള്ളതുകൊണ്ട് തന്നെ കഴിക്കുന്നത് അറിയുന്നേ ഉണ്ടായിരുന്നില്ലേ. എത്ര പെട്ടെന്ന് ആ 2 പൊറോട്ട രണ്ടുപേരും തിന്ന് തീർത്തെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. മാംഗോ ബൈറ്റ്സും പോപ്പിൻസും ഇത് പണ്ട് നാട്ടിലെ ഫേമസ് മുട്ടായികൾ ഒന്നായിരുന്നു. ഇപ്പോൾ ഈ ഗാലക്സിയും ഡയറി മിൽക്കൊക്കെ വരുന്നതിന് മുമ്പ് പോപ്പിൻസ് ആയിരുന്നു താരം.
പണ്ട് എൻ്റെ വല്യച്ഛൻ, എൻ്റെ അമ്മയുടെ വീട് കൊയിലാണ്ടിയാണ്. അപ്പോൾ പണ്ട് അമ്മമ്മയും വല്യച്ഛനും ഒക്കെ നമ്മളെ കാണാൻ കണ്ണൂരിലേക്ക് വരുമ്പോൾ എപ്പോഴും ഇതുണ്ടാവും 2 എണ്ണം. പക്ഷെ പണ്ടൊക്കെ എനിക്കൊന്നും പോപ്പിൻസിനൊക്കെ നല്ല നീളവും നല്ല വീതിയും ഉണ്ടായിരുന്നു. ഇപ്പോൾ നോക്കിയാൽ ചെറുതായി. അങ്ങനെ ഓർമ്മകളായവരക്കാൻ വേണ്ടി ഞാൻ വീണ്ടും ഇവരെ വാങ്ങി. അങ്ങനെ ആസ് യൂഷ്വൽ ഞങ്ങൾ വരുന്നതും കാത്ത് ഒരാൾ ഡോറിൻ്റെ അടുത്ത് തന്നെ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. യൂഷ്വലി പട്ടികളാണ് വീട്ടിലിങ്ങനെ നമ്മളാരെങ്കിലും പുറത്ത് പോയാൽ കാത്ത് നിൽക്കുക, അല്ലെങ്കിൽ ഡോറിൻ്റെ അടുത്ത് നമ്മൾ സൗണ്ട് കേൾക്കുമ്പോൾ നിൽക്കുക എന്നൊക്കെ പറയും. പക്ഷേ പൂച്ചകൾ അങ്ങനെ എത്രത്തോളം ചെയ്യുന്നത് ഞാൻ അങ്ങനെ അധികം ആരും കേട്ടിട്ടില്ല. പക്ഷെ കൊക്കോ ആ കാര്യത്തിൽ ഞങ്ങളെല്ലാവരെയും ഞെട്ടിപ്പിക്കും. ഞങ്ങൾ വരുന്നതും കാത്ത് ഡോറിൻ്റെ അവിടെ ഇങ്ങനെ കാത്ത് നിൽക്കും അവൻ. വെയർ ഹൗസ് സെയിലിന് ഞാൻ മാക്സിമം പൊക്കിയത് അനസ്താസിയ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഐറ്റംസ് ആയിരുന്നു. കുറച്ച് ലിപ്സ്റ്റിക്സ്, പിന്നെ അവരുടെ ഐബ്രോ പോമേഡ്, പിന്നെ ഒരു ബ്രോപ്പന്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ കിട്ടി. പിന്നെ മെയിൻലി ലിപ്സ്റ്റിക്ക് തന്നെയാണ് ഞാൻ വാങ്ങിയത്. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. പുറത്ത് നല്ല പോലെ ചൂടുണ്ട്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ടയേർഡായി. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ ഓൾമോസ്റ്റ് 4:30 എങ്ങാനും ആയിനു. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ക്ഷീണമുണ്ട്. പാവ ഇവിടുന്ന് പോകുമ്പോൾ നാടൻ ഊണ് സദ്യ എന്നൊക്കെ പറഞ്ഞ് കൊതിപ്പിച്ചിട്ട് ലാസ്റ്റ് പൊറോട്ടയും ചിക്കൻ കറിയും കഴിച്ച കുട്ടി. ഞങ്ങൾ ഓൾമോസ്റ്റ് നല്ല ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തുള്ള ഹോട്ടലിലൊന്നും എന്താ പറയുക ചോറും അങ്ങനത്തെ സംഭവം ഉണ്ടാവും എന്ന് തോന്നിയിട്ടില്ല. കാരണം ഓൾമോസ്റ്റ് 4:30 എന്തോ ആയിണ്ടായി. ഇപ്പം സമയത്ത് 5 മണി ആയില്ലേ, 5:30. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചാൽ എന്താണാവോ കിട്ടുന്നത് അത് കഴിക്കാം. അങ്ങനെ ഞങ്ങൾ JVC കയറി. അത് നല്ല ചൂട് പൊറോട്ട നല്ലായിരുന്നില്ലേ? പൊറോട്ട ആണെങ്കിൽ പൊറോട്ട. കുട്ടി ഹാപ്പി അല്ലേ? ആദ്യമോ ഹാപ്പി അല്ലേ? ആദ്യമോ ഹാപ്പി, അപ്പം ഞാനും ഹാപ്പി. അപ്പം അങ്ങനെ ഇന്നിനി പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇനി ലാസ്റ്റ് എന്താ ഇനി ഡിന്നറിൻ്റെ കുറച്ച് എന്തെങ്കിലും പ്രിപ്പറേഷൻസ് ഉണ്ടാവും, അത് ചെയ്യണം. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സോ we hope you like this video. So if you still have not subscribed to my channel, please do subscribe. If you like this video, please like and share. Until we see you with another video, toodles.